നമ്മൾ സർവമത പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടിയുള്ള പ്രാർത്ഥനാ യോഗമാണ് ഇവിടെ നടത്തുന്നത്. ഓരോരുത്തർക്കും 10 മിനിറ്റ് സമയം വീതം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥന ചടങ്ങുകൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണ നിലയിലുള്ള പ്രാർത്ഥനയാണ്. വളരെ ഷോർട്ട് ടൈമിൽ പ്രാർത്ഥന കഴിയും. സാധാരണ റെഗുലറായിട്ട് നോർമലായിട്ട് ചെയ്യുന്ന അതേ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ നടത്തുന്നത്. വളരെ സിമ്പിളാണ് ഇസ്ലാമികമായ പ്രാർത്ഥനാ രീതികൾ. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള എല്ലാ ആത്മാക്കൾക്കും ശാന്തി നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും നടത്തുക. അപ്പൊ ചുരുങ്ങിയ ലെവലിൽ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാ പരിപാടികളും തീർക്കേണ്ടതാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻ നോക്കണം. എല്ലാ ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ദീർഘിപ്പിക്കണില്ല. എന്തായാലും പെട്ടെന്ന് എല്ലാവരും മതസൗഹാർദ്ദ നിലയ്ക്ക് എല്ലാം പെട്ടെന്ന് കഴിക്കണം എന്നാണ് ആഗ്രഹം. ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകൊടുത്തു വന്നേണ്ടേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനമുണ്ടാവാൻ, പുണ്യവൃദ്ധി ഭവിക്കുവാൻ, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനെ ഗണേ. അല്ലാഹു അക്ബർ. അല്ലാഹു